തുറന്നിട്ടുണ്ട് വണ്ടി എടുക്കുന്നു എല്ലാം ഈ വണ്ടി. ഈ കാണുന്നതാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഞാനിതിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് വിജയൻ എന്നാണ്. ക്ഷേത്രത്തിന് 2000 വർഷത്തെ പഴക്കമാണ് പുരാവസ്തുക്കാർ 2000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ കോട്ടപ്പാറ വനത്തിന് ഉള്ളിൽ കാടിൻ്റെ നടുവിലോ ആയിട്ട് കാനനത്തിൻ്റെ നടുവിലോ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ശിവനും അയ്യപ്പനും ഒരു ശ്രീകോവിലിനുള്ളിൽ അച്ഛനും മകനും എന്നുള്ള സങ്കല്പത്തിൽ പ്രതീക്ഷയുള്ള ഇന്ത്യയിലെ തന്നെ ഭാരതത്തിലെ തന്നെ ഏക ക്ഷേത്രമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. മകർവിളക്കിന് ആണ് ഉത്സവം. ഇന്ന് 2000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം. ക്ഷേത്രം ഇവിടെ ഇരുമ്പ് ഒരു കാലത്ത് ഈ കോട്ടപ്പാറ ഭാഗത്തു നിന്ന് കണ്ടമാനം ഇരുമ്പ് ഖനനം ചെയ്ത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ക്ഷേത്രമാണത്. ഇത്രയും മതിയോ? പൂജ എല്ലാ മലയാള മാസവും 1-ാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ പൂജ. പൂജയ്ക്ക് ഒക്കെ കുറെ ദൂരദേശത്തു നിന്നൊക്കെ എല്ലാവിധ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഗണപതി, രക്ഷസ്, സർപ്പം, വനദേവത, സരസ്വതി, ശിവനും അയ്യപ്പനും, ഭദ്രകാളി, അങ്ങനെയുള്ള പ്രതീക്ഷകളാണ് ഇവിടെ ഉള്ളത്. ആളുകൾ എങ്ങനെയായാലും ഒരു 500 പേരോളത്തോളം പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വൈകുന്നേരം 9 മണി 10 മണി വരെയൊക്കെ ഇതുണ്ട്. പിന്നെ ഇപ്പോൾ വന്യമൃഗശല്യം കൂടുതലായതുകൊണ്ട് ആളുകളുടെ ഒരു ചെറിയ കുറവുണ്ട്. സാധാരണ ദിവസങ്ങളിലൊന്നും ആരും വരാറില്ല. ഒരു പൂജയുള്ള ദിവസങ്ങളാണ് ആളുകൾ വരാറുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ ആളുകൾ വരുന്നതിനോട് നമ്മൾ പൂജയുള്ള ദിവസം കയറി വന്നാൽ മതി എന്നാണ് പറയണത്. ഈ വന്യമൃഗശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. പൂജ മലയാള മാസം 1-ാം തീയതി കഴിഞ്ഞു വന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പൂജ. മലയാള മാസം 1-ാം തീയതി കഴിഞ്ഞു വന്ന ആദ്യത്തെ ഞായറാഴ്ച പൂജ. പൂജയ്ക്കൊക്കെ എല്ലാ മാസവും 100-100 ആളുകൾ പങ്കെടുക്കുന്നതാണ് പൂജയ്ക്ക്. 2000 വർഷം പഴക്കമുണ്ടെന്നാണ്. 2000 വർഷം ഉണ്ടെന്നാണ് പുരാവസ്തുകാർ പറയണത്. ഇത് തന്നെ ദീർഘചര്യ ഉള്ള ക്ഷേത്രമാണ് ഇത്. ഇരുമ്പ് അയിരായിട്ട് ഖനനം ചെയ്ത് ഇവിടെ വന്ന ഒരു ക്ഷേത്രമായിട്ട് അത് പറയപ്പെടുന്നത്. ഇങ്ങനെ തന്നെ ആർന്നു. കല്ലുകളെല്ലാം ഇങ്ങനെ തന്നെ ആണ്. ഇതിപ്പോ പുതുക്കി പണിയാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇത് താൽക്കാലികമായിട്ട് പ്രതീക്ഷ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ബാലാലയത്തിലാണ് ഇപ്പൊ പ്രതീക്ഷ ഉള്ളത്. ശ്രീകോവിലിനുള്ള ശിവനും അയ്യപ്പനും അച്ഛനും മകനും എന്നുള്ള സങ്കല്പത്തിലാണ് പ്രതീക്ഷ.